ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ബിൻഷ വ്ളോഗ്. അപ്പോൾ എല്ലാവർക്കും ബിൻഷ വ്ളോഗ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് എൻ്റെ കൂടെ നമ്മുടെ കുഴിമന്തി കൊതിയനുമുണ്ട്. ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്ന ഒരു അൺബോക്സിങ് വീഡിയോ ചെയ്യാനായിട്ടാണ്. ഞങ്ങളുള്ളത് തോന്നയ്ക്കലാണ്, തോന്നയ്ക്കൽ കുമാരനാശാൻ സ്മാരകത്തിലാണ്. പിന്നെ നിങ്ങൾ ആരെങ്കിലും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ അതിപ്പോൾ പറയണ്ട, അത് പിന്നെ ഞാൻ പറയാം അപ്പോൾ പറഞ്ഞാൽ മതി കേട്ടാ. നിങ്ങൾ ആരെങ്കിലും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നമുക്കപ്പോൾ നേരെ അൺബോക്സിങ് വീഡിയോയിലേക്ക് പോവാം. എന്താ പൊക്കിയൂടെ? ഓക്കെ, അടിച്ച് പൊട്ടിച്ചേരാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഞാൻ അൺബോക്സ് ചെയ്യാൻ പോകുന്ന സാധനം. ഇതെനിക്ക് കഴിഞ്ഞ ദിവസം ഫ്ലിപ്കാർട്ടിൽ നിന്ന് കിട്ടിയൊരു പ്രോഡക്റ്റാണ്. ഇതുവരെ ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടില്ല. ഞാൻ ഇപ്പോൾ ഇത് ഓപ്പൺ ചെയ്ത് നോക്കിയാണ്. എന്താണെന്ന് എനിക്കറിയില്ല. ഫ്ലിപ്കാർട്ടിൽ നിന്ന് മരക്കഷ്ണവും ചുടുകല്ലും ഒക്കെ വരുന്ന കാലമാണ്. അപ്പോൾ ഇത് ഞാൻ ഓർഡർ ചെയ്ത സാധനമാണോ എന്നുള്ളത് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. മോനെ, പപ്പജി ആ സിസ്റ്റർ എടുത്തോണ്ട് വാ. ഗുഡ് ബോയ് ഇരി. അപ്പോൾ ഞാനിത് ഓപ്പൺ ചെയ്യുകയാണ്. ഈ കവർ ഇവിടെ ഇടരുത് കേട്ടോ, കവർ സൂക്ഷിച്ച് വെച്ചേക്കണം. നമ്മൾ പോക്കറ്റിനകത്ത് ഇട്ടോ, നമുക്കിത് പിന്നെ എടുക്കാം. നമ്മൾ ഇങ്ങനെ പോകുമ്പോൾ ഒരു സ്ഥലത്തും നമ്മൾ കവറോ പ്ലാസ്റ്റിക്കോ ബാക്കി വേസ്റ്റ് സാധനങ്ങളോ ഒന്നും ഇടരുത്. ഇതാണ് ഞാൻ ഓർഡർ ചെയ്ത സാധനം. കണ്ടോ, നല്ലൊരു ബോക്സിലൊക്കെയാണ് വന്നിരിക്കുന്നത്. ഫ്ലിപ്കാർട്ടിൻ്റെ നല്ല പാക്കിംഗ് ഉണ്ട്. അവരുടെ സീലും കാര്യങ്ങളും ഇതെല്ലാം ഒട്ടിച്ചിട്ടുണ്ട്. ഓക്കെയാണ്. പാക്കിംഗ് ഒന്നും കുഴപ്പമില്ല. പാക്കിംഗ് ഒക്കെ ഓൾമോസ്റ്റ് നല്ലതായിട്ട് തന്നെ ഉണ്ട്. അപ്പം നമ്മളിത് നേരെ കുത്തി പൊട്ടിക്കാൻ പോവുകയാണ്. എന്താ ചിരിക്കണം? എന്താണോ നീ അങ്ങനെ പറഞ്ഞുകൊണ്ടാണ്? ഇത് നോക്കിക്കോ, നമ്മളിതാ ഇത് പതുക്കെ പൊട്ടിച്ചിരിക്കുകയാണ്. കവർ ഓപ്പൺ ചെയ്തപ്പോൾ നമുക്ക് ആദ്യം കിട്ടിയിരിക്കുന്നത് ഒരു ബില്ലാണ്. ബിൻഷ ബിയറിൻ്റെ പേരിൽ തന്നെയുള്ള 19,999 രൂപയുടെ ഒരു ബില്ല്. അപ്പോൾ നിങ്ങൾക്ക് കാര്യം എന്താണെന്ന് മനസ്സിലായി കാണുമല്ലോ അല്ലേ? എന്താ എടുക്കണ കണ്ട ഈ കവറിനകത്ത് വേസ്റ്റ്, ആ ബോക്സിനകത്ത് ഈ വേസ്റ്റ്, ഈ ബില്ല് സൂക്ഷിച്ച് അതിനകത്ത് ഇട്ടോ മോനെ. അടുത്ത് വീണ്ടും പാക്കിങ്ങോ. അപ്പോൾ ഫ്രണ്ട്സ്, പണി പറ്റിയിട്ടില്ല, ചുടുകല്ലൊന്നുമല്ല. ഞാൻ ഓർഡർ ചെയ്തിരിക്കുന്ന സാധനം തന്നെയാണ് എനിക്ക് വന്നിരിക്കുന്നത്. നിങ്ങളത് കാണിക്കാൻ പോകും. ഇതാണ് നമ്മൾ ഓർഡർ ചെയ്ത സാധനം. ഇതെന്താണ് മോനെ? എങ്ങനെ മനസ്സിലായത് മൊബൈലാണെന്ന്? ഇവിടെ ഇതിൽ മൊബൈലിൻ്റെ പടമൊന്നും ഇല്ലല്ലോ. പിന്നെ മോൻ എങ്ങനെയാണ് മനസ്സിലായത് മൊബൈലാണെന്ന്? ഇങ്ങനെ ഇത് കണ്ടപ്പോൾ മനസ്സിലായത് മൊബൈലാണെന്ന്. ഇതാ ഗെയ്സ്, ഇതിൻ്റെ രണ്ട് സൈഡിലും ഒരു സീലുണ്ട്. നമുക്കത് ഈ കവറിൽ നോക്കാം. കവറിൽ പ്രത്യേകിച്ച് മൊബൈലിൻ്റെ ഫോട്ടോയോ കാര്യങ്ങളോ ഒന്നുമില്ല. പോക്കോ X2 എന്നുള്ളൊരു ലേബൽ മാത്രമേ ഉള്ളൂ ഫസ്റ്റ് ഫ്രണ്ടിൽ. പിന്നെ ഈ സൈഡിൽ പോക്കോ X2 ഉണ്ട്, ഇപ്പുറത്തെ സൈഡിലും പോക്കോ X2 ഉണ്ട്. ബാക്കിൽ വന്നിട്ട് ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ കുറച്ച് എഴുതിയിട്ടുണ്ട്. ഡ്യുവൽ ഇൻ ഡിസ്പ്ലേ ക്യാമറ വരുന്നുണ്ട്. ഫ്ലാഗ്ഷിപ്പ് 64 MB ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻറ്റ് അല്ലല്ല, AI കോഡ് ക്യാമറയാണ് വരുന്നത്. AI കോഡ് ക്യാമറ വരുന്നുണ്ട്. 20 MB + 2 MB സെൽഫി ക്യാമറ വരുന്നുണ്ട്. കോൾകോം സ്നാപ്ഡ്രാഗൺ 730G പ്രൊസസ്സറാണ്. 4500 mAh ബാറ്ററിയാണ്. പിന്നെ എന്താ, ഫിയോണിക്സ് റെഡ് ആണ് കേട്ടോ. നമ്മുടെ എടുത്തിരിക്കുന്ന കളർ ഫിയോണിക്സ് റെഡ് ആണ്. പിന്നെ മെയ്ഡ് ഇൻ ഇന്ത്യ എംബ്ലം ഉണ്ട്. പിന്നെ വേറെന്താ ഇവിടെ പറയുക? ഇവിടെ ഫിയോണിക്സ് റെഡ് 20,999 MRP ഇട്ടിരിക്കുന്നത്. മൊബൈൽ ഫോൺ, ബാക്കി അതൊക്കെ ആസ് യൂഷ്വലുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഇവിടെ എന്തോ ഒരു ബാർകോഡുണ്ട്, എന്താണെന്ന് മനസ്സിലാവുന്നില്ല. അത് മൊബൈലിൻ്റെ കമ്പനിക്ക്. അപ്പോൾ നമ്മളിതാ ഇത് ഓപ്പൺ ചെയ്യാൻ പോവുകയാണ്. മോനെ, അത് ഓപ്പൺ ചെയ്യാൻ നമുക്ക്. നമ്മൾ പുതിയ ഫോൺ എങ്ങനെ ഉണ്ടോ നോക്കാം. പൊട്ടണേയല്ലോ. എങ്ങനെയാണ് ഓപ്പൺ ചെയ്യേണ്ട? സൗണ്ട് എങ്ങനെയാണ്? അങ്ങനെ ഞാൻ
ഇത് പൊട്ടിച്ചിരിക്കുകയാണ്. ഇത് പതുക്കെ തറയിൽ വെച്ച് കഴിയുന്ന താഴെ പോലെ. ഓ, നമ്മൾ ഈ കവറിനെ 2 പാർട്സ് ആക്കിയിരിക്കുകയാണ്. ഒരു പാർട്സ് മോൻ വെച്ചോ, അടുത്തത് അതങ്ങോട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ വീണ്ടും നമുക്കൊരു മഞ്ഞ ഒരു പാക്കിങ് കാണുന്നുണ്ട്. അതിനകത്ത് ആ ചെറിയൊരു മൊബൈൽ, ചെറുതല്ല, അത്യാവശ്യം വലിയൊരു മൊബൈലാണ്. ഇതാണ് ഫ്രണ്ട്സ് നമ്മൾ ഓർഡർ ചെയ്ത മൊബൈൽ. ഇത് ഇങ്ങനെയാണ് വരുന്നത്. ഇങ്ങനെയാണ് ഈ മൊബൈലുള്ളത്. അതുകൊണ്ട് ഇങ്ങനെയാണ്. വളരെ വെയിറ്റ് കുറഞ്ഞൊരു മൊബൈലാണ്. മൊബൈലിൻ്റെ അതെ മൊബൈലിൻ്റെ കവർ ഉണ്ടായിരുന്നല്ലേ അതിനകത്ത് കേസ്. അപ്പോൾ നമുക്ക് ബാക്കി എന്തൊക്കെയുള്ളത് നോക്കാം. ഒരു പൗച്ചുണ്ട്, ഒരു പൗച്ച് ഇതിൻ്റെ കൂടെ വന്നിട്ടുണ്ട്. പൗച്ച് നമുക്ക് ഇങ്ങോട്ട് മാറ്റി വയ്ക്കാം. വേറെ എന്താ അതിനകത്തുള്ള മോനെ? ഇതെന്തൊക്കെയോ പേപ്പറാണ്. അതിൻ്റെ സിം ഇതൊക്കെ കാണിക്കുന്നത് ഹൈബ്രിഡ് സിമ്മാണ് കേട്ടോ. ഹൈബ്രിഡ് സിമ്മാണെന്ന് കാണിക്കുന്നൊരു പേപ്പറാണ്. അത് അതിനകത്ത് വെച്ചിട്ടുണ്ട്. പറന്നു പോയി ഇതൊക്കെ ഇതിനകത്ത് ഇരിക്കണം. ഇനി നമുക്ക് ഈ ബോക്സിനകത്ത് എന്താ ഉള്ളത് നോക്കാം. ഇതെന്താണ്? കുത്തണ ചാർജർ. അപ്പോൾ ആ ബോക്സിനകത്ത് ചാർജറാണുള്ളത്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിത് പൊട്ടിച്ചു കഴിഞ്ഞപ്പോൾ നമുക്ക് കാണാൻ കഴിഞ്ഞ ഒരു മൊബൈലിൻ്റെ പൗച്ചും പിന്നെ ചാർജറും മാത്രമേ ഉള്ളൂ. വേറെ ഹെഡ്സെറ്റോ കാര്യങ്ങളോ ഒന്നും നമുക്ക് കമ്പനി തന്നിട്ടില്ല. ഇത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. പിന്നെ അതിൻ്റെ ഒരു യൂസർ മാനുവൽ, എന്തോ ഒരു ബുക്ക്ലെറ്റ്, അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതാണുള്ളത്. അപ്പോൾ നമുക്ക് നേരെ ഫോൺ ബൂട്ട് ചെയ്യുന്ന പരിപാടിയിലേക്ക് പോവാം. ഓക്കെ. നമ്മളവിടെ ഇരുന്നപ്പോഴത്തേക്കും കുറച്ച് ആൾക്കാർ അവിടെ കാണാനായിട്ട് വന്നു. അവിടെ ബഹളവും തിരക്കൊക്കെ ആയതുകൊണ്ട് ഞങ്ങൾ കുറച്ചിപ്പുറത്തേക്ക് മാറിയിരിക്കണം. അപ്പോൾ നമുക്ക് ഇനി നേരെ കിടന്നോടാ, എണീറ്റിരിക്കണല്ലേ. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്കപ്പോൾ ഇത് ഓപ്പൺ ചെയ്ത് നമുക്ക് മൊബൈൽ ഓൺ ചെയ്ത് മൊബൈലിൻ്റെ ഫീച്ചേഴ്സിലേക്കും കാര്യങ്ങളിലേക്കും കിടക്കാം. പറ്റുമെങ്കിൽ നമുക്കൊരു ക്യാമറ റിവ്യൂവും കൂടി ചെയ്യാം. ഞാനപ്പോൾ ഇത് എടുക്കുകയാണ് ഫ്രണ്ട്സ്. എടുത്തു. ഇതൊരു റെഡ് കളർ ഫോണാണ്. ഇതിലൊരു കവറിങ് വരുന്നുണ്ട്. ഞാൻ ആ കവറ് അഴിക്കുകയാണ്. ഇതിൽ വേറെ പ്രത്യേകിച്ച് കമ്പനി സ്ക്രീൻ ഗാർഡൊന്നും തന്നിട്ടില്ല. നല്ല ഭംഗിയുണ്ട് കേട്ടോ, കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട്. കവർ അഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല ഭംഗി, നല്ല രസമുണ്ട്. ഇതാണ് നമ്മുടെ ഫോൺ, കണ്ടോ? വളരെ സ്ലിമ്മാണ്. ഇത് എത്ര വെയിറ്റ് വരും? എനിക്ക് തോന്നുന്നു 208 ഗ്രാം എന്നാണ് ഇതിൽ ഉള്ളത്. ഇതൊന്നും എഴുതിയിട്ടില്ല. സാർ വാല്യൂ 1.08 ആണ് വരുന്നത്. കുഴപ്പമില്ലാത്ത സാർ വാല്യൂ ആണ്. ഇത് 256 GB ഫോണാണ് കേട്ടോ. 8 GB റാമും 256 GB ഇൻറ്റേർണൽ മെമ്മറിയുള്ള ഫോണാണ്. അപ്പോൾ ഞാനിത് ബൂട്ട് ചെയ്യാൻ പോവുകയാണ്. ബൂട്ട് ചെയ്ത് ഓണാക്കി നമുക്കിതൊക്കെ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ബാക്കി കാര്യങ്ങളിലേക്കും ഫീച്ചേഴ്സിലേക്കും കടക്കാം. നമുക്ക് ലാംഗ്വേജ് അത് വേണ്ട മോനെ പപ്പച്ചി ഇതൊന്ന് പറഞ്ഞോട്ടെ. ഇതൊന്ന് ചെയ്തിട്ട് നമുക്കിത് നോക്കാം കേട്ടാ. ആ പേപ്പർ മോൻ പോക്കറ്റിൽ വെച്ചേക്ക്. ഇവിടെയൊന്നും ഇവിടെയൊന്നും വേസ്റ്റ് ഒന്നും ഇടരുത്. ഇതൊരു ടൂറിസ്റ്റ് പ്ലേസാണ്, ഒത്തിരി ആൾക്കാർ കാണാൻ പറ്റും. അതൊന്നും ഞാൻ എടുക്കും. അത് എടുത്തുകൊണ്ട് പോകാൻ വേണ്ടിയിട്ടാ. നമുക്ക് ലാംഗ്വേജ് ഇംഗ്ലീഷ് സെലക്ട് ചെയ്യാം. ഇന്ത്യ. ഓക്കെ. ഒത്തിരി ഇത് വരുന്നുണ്ട്, നമുക്ക് അത് സ്കിപ്പ് ചെയ്തേക്കാം. യൂസർ എഗ്രിമെൻ്റ് വരുന്നുണ്ട്. എല്ലാം വരുന്നുണ്ട്. കോക്കോ ലോഞ്ചർ എഗ്രിമെൻ്റ് വരുന്നുണ്ട്. ഓക്കെ, അതെല്ലാം എഗ്രിമെൻ്റ് എല്ലാം ഓക്കെ കൊടുത്തു. ഇതെല്ലാം വായിച്ചു കഴിഞ്ഞാൽ മാത്രമേ അത് പ്രൈവസി പോളിസി എല്ലാം ഇത് റീഡ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അത് മുന്നോട്ട് പോകൂ. ഇൻസെർട്ട് സിം കാർഡ് ചോദിക്കുന്നു. ഇൻസെർട്ട് സിം കാർഡൊന്നും ഇട്ടിട്ടില്ല. യൂസ് ലൊക്കേഷൻ ഓണാണ്. ഇതെല്ലാം ഓണാണ്. മോർ ഇൻസ്റ്റാൾ അപ്ഡേറ്റ് ചോദിക്കുന്നു.
ഫിംഗർ പ്രിൻ്റ് ഇതൊക്കെ ചോദിക്കുന്നത്. അത് നമുക്ക് സ്കിപ്പ് ചെയ്യാം, നെക്സ്റ്റ് അടിക്കാം, ക്ലാസിക് ഇടാം. ഫ്രണ്ട്സ് ഇതാ ഇങ്ങനെയാണിത് വരുന്നത്. ഫ്രണ്ട്സ് ഞാനിത് ബൂട്ട് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. നമുക്ക് ഈ ഫോൺ മൊത്തത്തിൽ നോക്കുമ്പോൾ ഇവിടെ എല്ലാ ഫോണിലും കാണുന്ന പോലെ വലിയൊരു സ്പീക്കർ കാണാൻ പറ്റും. പിന്നെ അത് കഴിഞ്ഞ് ഇങ്ങനെ വരാം, അത് കാണിക്കണ്ടേ, അതാണ്ട് വലിയൊരു സ്പീക്കർ ഇങ്ങനെ കാണുന്നുണ്ട്. പിന്നെ വരുന്നത് ഏതാണ്ട് ഇത് രണ്ടും ക്യാമറയാണ്. 20 MB-യുടെയും 2 MB-യുടെയും 2 ക്യാമറകൾ ഫ്രണ്ടിൽ വരുന്നുണ്ട്. ഇത് ഡിസ്പ്ലേയിൽ വരുന്നുണ്ട്. പിന്നെ താഴെ വരുന്നത്, താഴെ ഭാഗത്ത് വീണ്ടും ഒരു സ്പീക്കർ, നമ്മുടെ സ്പീക്കർ വരുന്നുണ്ട്, മൈക്ക് വരുന്നുണ്ട്, 3.5 mm ഓഡിയോ ജാക്ക് വരുന്നുണ്ട്, പിന്നെ C ടൈപ്പ് ചാർജിങ് പോർട്ട് വരുന്നുണ്ട്. പിന്നെ ഇവിടെ വരുന്നത് സിമ്മാണ്, സിം ഇജക്റ്റിൻ്റെ പോർഷൻ സിമ്മിടെ. ഇത് ഹൈബ്രിഡ് സിമ്മാണ്. ഒരേ സമയത്ത് നമുക്ക് ഒരു മെമ്മറി കാർഡും ഒരു സിമ്മും അല്ലെങ്കിൽ 2 സിം അങ്ങനെ യൂസ് ചെയ്യാം. നാനോ സിമ്മാണ് യൂസ് ചെയ്യേണ്ടത്. പിന്നെ ഇപ്പുറത്തെ സൈഡിൽ വരുമ്പോൾ വോളിയം കീ ഉണ്ട്, വോളിയം അപ്പ് ആൻഡ് ഡൗൺ, പിന്നെ പവർ ബട്ടൺ ഉണ്ട്. ഇതിൽ പ്രത്യേക ഒരു ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ സെൻസർ, ഫിംഗർ പ്രിൻ്റ് സെൻസർ വന്നിരിക്കുന്നത് ഈ സൈഡിലാണ്. ഈ പവർ ബട്ടണിൽ കൂടെ തന്നെയാണ് ഫിംഗർ പ്രിൻ്റ് സെൻസറും വരുന്നത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോഴുള്ള കാഴ്ച ഇത്രയാണുള്ളത്. വളരെ നല്ലൊരു ഡിസൈനാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, സിയോമിയുടെ പോക്കോ F1 എല്ലാവർക്കും അറിയാവുന്ന ഫോണായിരിക്കും. നല്ലൊരു ഫോണായിരുന്നു പോക്കോ F1. അപ്പോൾ അവരുടെ ഞാനിപ്പോൾ പോക്കോ F2 പ്രതീക്ഷിച്ചിരിക്കുമ്പോഴാണ് പോക്കോ X2 എന്നൊരു ബ്രാൻഡിൽ ഇങ്ങനെ ഒരു ഫോൺ സിയോമി ലോഞ്ച് ചെയ്തിരിക്കുന്നത്. നമുക്ക് വളരെ ഇഷ്ടപ്പെടുന്നൊരു ഫോണാണ്, ഇഷ്ടപ്പെടുന്നൊരു മോഡലാണ്. എനിക്കിപ്പോൾ ഫസ്റ്റ് കണ്ടപ്പോൾ തന്നെ എനിക്കിത് ഇഷ്ടമായി. ഈ കളർ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഇതിൻ്റെ പുറകിൽ 4 ക്യാമറ വരുന്നുണ്ട്. ഒന്ന് ഫസ്റ്റ് വരുന്നത് 64 MB-യുടെ ക്യാമറയാണ്, സെക്കൻഡ് വന്നിട്ട് 2 MB, തേർഡ് 8 MB, അടുത്ത 2 MB, പിന്നെ വരുന്ന ഒരു ഫ്ലാഷാണ്. അങ്ങനെയാണ് ഈ ഫോണിൻ്റെ മൊത്തം ഔട്ട്ലുക്ക് വരുന്നത്. കൊള്ളാം, വെയിറ്റ് വളരെ കുറവാണ്, 208 ഗ്രാമാണ് ഇതിൻ്റെ വെയിറ്റ് വരുന്നത്. ഇനി ഇതിൻ്റെ ഫീച്ചേഴ്സ് പറയുകയാണെങ്കിൽ ഇതിപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന 19,999 രൂപയുടെ മോഡലാണ് ഞാനിത് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. ഇത് വരുന്നത് 8 GB റാമും 256 GB. മോനെ ഞാനത് പറഞ്ഞ് തീർത്തോട്ടെ, എന്നിട്ട് നമുക്ക് അത് എടുക്കാം, ഫോട്ടോ എടുക്കാം അല്ലേ, അതല്ലേ നല്ലത്. ഓക്കെ, അപ്പോൾ ഇതിൽ വരുന്നതെന്ന് പറഞ്ഞാൽ 8 GB റാമും 256 GB ഇൻറ്റേർണൽ സ്റ്റോറേജുമാണ് വരുന്നത്. പിന്നെ 6.6 ഇഞ്ച് സ്ക്രീനാണ് വരുന്നത്. ഫുൾ HD ഡിസ്പ്ലേ ആണിത്, ഫുൾ HD ഡിസ്പ്ലേ ആണ്. 4500 mAh ബാറ്ററിയാണ്, ലിഥിയം അയൺ പോളിമർ ബാറ്ററിയാണ് വരുന്നത്. പ്രൊസസ്സർ വന്നിട്ട് ക്വാൾകോമിൻ്റെ സ്നാപ്ഡ്രാഗൺ 730G ആണ് വരുന്നത്. ഒക്ടാകോർ പ്രൊസസ്സറാണ്, 2.2 ഹെർട്സ് സ്പീഡുണ്ട്. പിന്നെ ബാക്ക് ഫ്രണ്ടും കോർണിംഗ് ഗൊറില്ല ഗ്ലാസ് 5ൻ്റെ പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട്. യൂസർ ഇൻ്റർഫേസ് വന്നിട്ട് MUI യൂസർ ഇൻ്റർഫേസ് വന്നിട്ട് അവൻ അതിൻ്റെ മധ്യത്തിൽ കൂടെ പോയല്ലേ, അത് കൂടെ പോയില്ല മോനെ, അവിടെ ഇരിക്കുക, കഴിഞ്ഞിട്ട് നമുക്ക് കളിക്കാം, നമ്മൾ കളിക്കാനല്ലേ വന്നേ. യൂസർ ഇൻ്റർഫേസ് MUI 11 വന്നിരിക്കുന്നത്. മൊത്തത്തിൽ നല്ലൊരു ഫോണാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ക്യാമറ ഫീച്ചേഴ്സൊക്കെ ഇതിൻ്റെ കൂടെ തന്നെ ക്യാമറ നോക്കിയിട്ട് നമുക്ക് ചെയ്യാം. ഞാൻ ഇനി ഇതിൽ വരുന്ന ഇതിൻ്റെ വീഡിയോ ഒന്ന് ഇവിടെ നമ്മൾ തോന്നക്കൽ കുമാരനാശാൻ സ്മാരകത്തിൻ്റെ വീഡിയോ ഈ പോക്കോ X2 എടുക്കുന്നതാണ്. എനിക്ക് മെയിനായിട്ട് അറിയേണ്ടത് എൻ്റെ ക്യാമറ എങ്ങനെയുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ വ്ളോഗ് ചെയ്യാൻ അത്യാവശ്യം വീഡിയോ ഒക്കെ എടുക്കുന്നവർക്ക് എങ്ങനെ ഇതിൻ്റെ ക്യാമറ യൂസ്ഫുൾ ആവും എന്നാണ് അറിയുന്നത്. ഫസ്റ്റ് ഇംപ്രഷൻ ഫോൺ കാണുമ്പോഴേ നമുക്ക് ഇഷ്ടപ്പെടും, എല്ലാവർക്കും ഉറപ്പായിട്ടും എടുക്കുക. ഇനി ഞാൻ ക്യാമറയുടെ കാര്യം എങ്ങനെയാണെന്നുള്ളത് ഞാൻ നോക്കിയിട്ട് പറയാം. ഫ്രണ്ട്സ്, അപ്പോൾ ഞാനിത് നമ്മുടെ ക്യാമറയിലെ പോക്കോ X2യുടെ ക്യാമറയിൽ നടന്നുകൊണ്ട് ഒരു വീഡിയോ എടുക്കുകയാണ്. എങ്ങനെയുണ്ട് സ്റ്റെബിലൈസേഷൻ എന്നൊക്കെ നോക്കാനാണ്.
നമ്മളിപ്പോൾ നിൽക്കുന്നത് തോന്നയ്ക്കലെ ആശാൻ സ്മാരകത്തിലാണ്. അതിന് ചുറ്റും ഞാനിങ്ങനെ ഇവിടെ എന്തോ ഒരു പുതിയ ശില്പത്തിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് നടന്ന് ഞാനിങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെ ഉണ്ട് ക്ലാരിറ്റി എന്ന് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ നടന്നുകൊണ്ടൊരു വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ സ്റ്റെബിലൈസേഷൻ എങ്ങനെ ഉണ്ടെന്നുള്ളത് നമുക്ക് നോക്കാം. നടന്ന് ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഓടുകയാണ് ക്യാമറയും കൊണ്ട്. ജിമ്പലൊന്നും ഇല്ലാതെ വെറുതെ ക്യാമറ കൈ പിടിച്ചുകൊണ്ട് ഓടി നടന്നുമാണ് ഞാനിപ്പോൾ വീഡിയോ എടുത്ത് നോക്കിയത്. എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം ഫ്രണ്ട്സ്. അപ്പോൾ ഞാൻ സെൽഫി ക്യാമറയിൽ നടന്നുകൊണ്ടൊരു വീഡിയോ എടുക്കുകയാണ്. ഇത് എങ്ങനെയുണ്ട് എന്നുള്ള അറിയണമല്ലോ. ബാക്ക് ക്യാമറയുടെ സ്റ്റെബിലിറ്റിയും ഫ്രണ്ട് ക്യാമറയുടെ സ്റ്റെബിലിറ്റി എങ്ങനെ ഉണ്ടെന്ന് അറിയണം. എനിക്ക് ഫോൺ മൊത്തത്തിൽ കണ്ടിട്ട് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഞാനിത് എങ്ങനെ ഉണ്ട് എന്നറിയാൻ വേണ്ടി നടന്നുകൊണ്ടൊരു ഇത് സെൽഫി വീഡിയോ എടുക്കുകയാണ്. അത് ഷേക്കുണ്ട് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഫ്രണ്ട്സ്, നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഫ്രണ്ട് ക്യാമറ ഷേക്കുണ്ടാകും. ഫ്രണ്ട് ക്യാമറയിൽ വീഡിയോ എടുക്കുമ്പോഴത്തേക്കും ഷേക്കുണ്ടാകും. ബാക്ക് ക്യാമറയുടെ സ്റ്റെബിലൈസേഷൻ അസാധ്യ സ്റ്റെബിലൈസേഷനാണ്. ഞാൻ ഓടി നോക്കിയിട്ട് പോലും അത് ഓടുന്ന വീഡിയോ ആണോ നടക്കുന്ന വീഡിയോ ആണോ എന്ന് അറിയാൻ പറ്റാത്ത രീതിയിൽ സ്റ്റെബിലൈസേഷൻ തരുന്നുണ്ട്. പക്ഷേ ഫ്രണ്ട് ക്യാമറ സ്റ്റെബിലൈസേഷൻ വീക്കാണ്. പക്ഷെ കൊള്ളാം. ഫ്രണ്ട് ക്യാമറയിലും വീഡിയോ എടുക്കാൻ നമുക്ക് ഒരു ജിമ്പലും കൂടെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഫ്രണ്ട് ക്യാമറയിൽ വീഡിയോ എടുക്കാൻ അത്യാവശ്യം നല്ല ക്ലാരിറ്റിയുള്ള വീഡിയോസ് കിട്ടുന്നുണ്ട്. ഓൾമോസ്റ്റ് ഇതെല്ലാം കൊള്ളാം. ക്യാമറ നല്ല പെർഫോമൻസ് ആണ് വരുന്നത്. നിങ്ങളിപ്പോൾ കാണുന്ന ഈ വീഡിയോ എടുത്തിരിക്കുന്നത് പോക്കോ X2 തന്നെയാണ്. നേരത്തെ ഞാൻ എന്തൊക്കെയോ സ്പെസിഫിക്കേഷനിൽ പറയാൻ വിട്ടുപോയിട്ടുണ്ട്. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 27 വോൾട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് ആണ് ഈ ഫോണിന് വരുന്നത്. കൂടാതെ 4500 mAh ഇൻബിൽറ്റ് ബാറ്ററിയും ഉണ്ട്. പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വേരിയൻ്റാണ് 6GB റാം പ്ലസ് 64 GB ഇൻറ്റേർണൽ മെമ്മറി വരുന്ന ഒരു മോഡൽ ഇതിന് വരുന്നുണ്ട്. അതിന് വന്നിട്ട് 15,999 രൂപയാണ് അതിൻ്റെ വില. അതുകൂടാതെ 6GB റാം പ്ലസ് 128 GB ഇൻറ്റേർണൽ മെമ്മറി വരുന്ന മറ്റൊരു മോഡൽ കൂടിയുണ്ട്. അതിന് 16,999 രൂപയാണ് അതിൻ്റെ വില വരുന്നത്. അതുകൂടാതെ 8GB റാം പ്ലസ് 256 GB ഇൻറ്റേർണൽ മെമ്മറി വരുന്ന മറ്റൊരു മോഡലുണ്ട്. അതിൻ്റെ വില 19,999 രൂപയാണ്. ഞാനിപ്പോൾ ഈ എടുത്തിരിക്കുന്നത് 8GB വേരിയൻറ്റ് വരുന്ന ഫോണാണ് എടുത്തിരിക്കുന്നത്. ഓൾമോസ്റ്റ് ഫോൺ ഓക്കെയാണ്. ഫോൺ പെർഫെക്റ്റ് ആണ്. ക്യാമറ ഞാൻ ഒരുപാട് യൂസ് ചെയ്ത് ഫോട്ടോസും വീഡിയോസും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടി എടുത്ത് നോക്കി ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് മിഡ് റേഞ്ചിൽ വരുന്നതിൽ സെലക്ട് ചെയ്യാൻ പറ്റിയൊരു മോഡലാണ് പോക്കോ X2. നിങ്ങൾ അത്യാവശ്യം വ്ളോഗും വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ വ്ളോഗ് എന്ന് പറഞ്ഞ് പ്രത്യേക ഓപ്ഷനിൽ അതിലൊരു ഇതുണ്ട്. അത് വ്ളോഗിട്ട് നമ്മളത് വീഡിയോ എടുത്തു കഴിഞ്ഞാൽ അതെല്ലാം വ്ളോഗായിട്ട് വരുന്നതാണ്. നല്ല രീതിയിൽ വീഡിയോ ക്വാളിറ്റി തരുന്ന ഒരു ഫോണാണ്. ഫോട്ടോ ക്വാളിറ്റിയും ഇമേജ് ക്വാളിറ്റിയും വീഡിയോ ക്വാളിറ്റിയൊക്കെ തരുന്നൊരു ഫോണാണ്. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ മോൻ എന്താ പറയാനുള്ളത്? അതാണ് മോൻ പറയുന്നത്. ആ ബെൽ ബട്ടണും കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പോൾ അതിന് താഴെ ഒരു ബെൽ ബട്ടൺ കാണാം. അത് പ്രസ് ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ കാണും. അത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ അതുപോലെ ചെയ്യുക. ഇനിയും ഇതിലും നല്ല വീഡിയോസുമായിട്ട് ഞാൻ നിങ്ങളിലേക്ക് വരുന്നതാണ്. ഞാൻ കൂടുതലും ട്രാവൽ വീഡിയോസാണ് ചെയ്യുന്നത്. ട്രാവൽ വീഡിയോസുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും എനിക്ക് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ. ബൈ പറ മോനെ. ടാറ്റാ. ഓക്കെ.